സുഹൃത്തുക്കളെ, ഈ തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള ഈ തർക്കങ്ങളും സംഭാഷണങ്ങളും വാഗ്വാദങ്ങളും കേസുകളും ഒക്കെ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മേയർ പറഞ്ഞു മുഴുവൻ പൊളിഞ്ഞുപോയി. അവൾ പച്ചക്കള്ളിയാണെന്നുള്ളത് മനസ്സിലായി. നുണയാണ് അവളുടെ ഏറ്റവും വലിയ ആയുധം. എന്ത് നുണയും പറയും. പിന്നെ മേയറുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ഇതിനകത്ത് പുറത്തുവിടാൻ പോകുന്നത്. അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് ടീമിനെ, ഇൻ്റലിജൻസ് ടീമിനെ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും അവർ റിസർവ് ചെയ്ത യാത്രക്കാരോട്, സൂപ്പർ ഫാസ്റ്റാണ്, അപ്പോൾ റിസർവ് ചെയ്ത കുറേ യാത്രക്കാരുണ്ട്, യാത്രക്കാരുമായിട്ട് മുഴുവൻ സംസാരിക്കുകയും ഒരൊറ്റ യാത്രക്കാരൻ വരെ ഇതുവരെ മേയർക്ക് അനുകൂലമായിട്ടല്ല പറഞ്ഞത്, ഡ്രൈവർക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. അവരെല്ലാം വണ്ടിക്കകത്ത് യാത്ര ചെയ്യുകയാണെന്നേ. ഇവരുടെ കോപ്രായങ്ങളും ബാക്കിയുള്ളതും എല്ലാം ഇവർ കണ്ടുകൊണ്ടിരിക്കുക, അഹങ്കാരമൊക്കെ. അതായത് ഇപ്പോൾ ഈ റിസർവ് ചെയ്യുമ്പോൾ അവരുടെ ഫോൺ നമ്പർ കൊടുക്കില്ല. ആ ഫോൺ നമ്പർ വെച്ചിട്ടാണ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായം എടുത്തിട്ടുള്ളത്. ഒരു ഒപ്പീനിയൻ പോൾ എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ. അതെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് മുഴുവൻ ഫീഡ്ബാക്ക് മുഴുവൻ മേയർക്ക് എതിരാണ്. പക്ഷേ CPM എന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളെല്ലാം സ്വാധീനിക്കാനും ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള കണ്ടക്ടറെ വരെ സ്വാധീനിക്കാനുള്ള സാധ്യത മുമ്പിലുണ്ട്. മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തറ വേലയും കളിക്കുന്നൊരു മേയറാണ്. അതിന് പറ്റുന്ന പോലെ ഇമ്മച്ചുവറായിട്ടുള്ള ഒരു കെട്ടിയോനെയാണ് കിട്ടിയത്. അവനെന്താ വെച്ചാൽ ഈ എന്താ പറയുക, പെണ്ണുങ്ങളെ മാപ്പിളയാണ്. അവൾ പറയുന്നതിനനുസരിച്ച് അപ്പുറത്തേക്കൊന്നുമില്ല. കാരണം അവന് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പെണ്ണിനെ കിട്ടിയെന്നുള്ള മാതിരിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അടിമയെ പോലെ എങ്ങനെ നടക്കുന്ന ഒരു നാണം കെട്ടവനാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ ആ ഓഡിയോ ഞാനൊന്ന് കേൾപ്പിക്കുക. അതിനകത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ പയ്യനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അവൻ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത്. ഇവർ ഭയങ്കര ഡിപ്ലോമസി ഭാഷ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. സഹോദര എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഞാനൊരു സ്ത്രീയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും അവർക്കറിയാം ഈ ഫോൺ നാളെ പുറത്തേക്ക് പോകുന്നറിയാം. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ ഭാഗം സേഫാക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ കൃത്രിമമായിട്ടുള്ള ഒരു അഭിനയമാണ് അതിനകത്ത് നടക്കുന്നത്. ഇവരെ നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആക്കി വിടണമെന്നേ. സിനിമയിലൊക്കെ മലയാള സിനിമയ്ക്ക് ഭാഗ്യലക്ഷ്മിക്കൊക്കെ ശേഷം കിട്ടാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവും. ആ സാഹചര്യത്തിനനുസരിച്ച് വോയിസ് മോഡുലേഷൻ നടത്താനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം അറിയാവുന്ന തന്ത്രശാലിയായ ഒരു പെൺകുറുക്കൻ എന്ന് വേണമെങ്കിൽ അവരെ എനിക്ക് വിളിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ്, ഒരു ഫീമെയിൽ ഫോക്സാണ്. ഇനി ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. ഓക്കെ. ഫോൺ ചെയ്യുകയുണ്ടായി. ആ 8 മിനിറ്റ് വരുന്ന സംഭാഷണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇത്രയും സംസാരമായപ്പോ മാഡം ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഈ ഡ്രസ്സിലും വേഷത്തിലും ഒക്കെ. എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പറയുന്നതിലല്ല, നീ ആരാണെന്ന്, ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു മനസ്സിൽ ആരാണെന്നുള്ളത്. ഞാനിപ്പോ നമ്മൾ ആരാണോ എന്നുള്ള കാര്യമല്ലല്ലോ. അപ്പൊ ഞാൻ നിങ്ങളിപ്പോ നേരെന്നോ MLA എന്നുള്ള റെസ്പെക്ട് ഒന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ തെരഞ്ഞെടുത്ത ജനങ്ങൾ ഒരു പൊതുജനത്തിന് നിങ്ങളെ പോലുള്ള ഡ്രൈവർമാരാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞങ്ങളും കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളാണ്. ഞങ്ങള് ജനങ്ങൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട്. അതുപോലെ നിങ്ങളും ഏത് ഡ്യൂട്ടിയിൽ ഇരുന്നാലും നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട്. അത് കണ്ടക്ടറോട് എന്റെ ഹസ്ബൻഡ് MLA സംസാരിക്കുമ്പോ അദ്ദേഹം വളരെ മര്യാദയ്ക്ക് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതാ, ഞാനും ഒരു പാർട്ടി പ്രവർത്തകനാണ്, ഞാനിത് കാണുന്നുണ്ട്, എനിക്കിതിൽ ഭയമുണ്ട്. കാരണം ഇദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനാണ് കേട്ടോ. അല്ല, വണ്ടിക്ക് അകത്ത് വന്നിരുന്നതാണ് മാഡത്തിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അതെ, എന്റെ ഹസ്ബൻഡ്. അതെ, എനിക്ക് അറിയത്തില്ല. നിങ്ങൾ അറിഞ്ഞില്ല. അല്ല, ഞാനൊരു പാർട്ടി പ്രവർത്തകനാണെന്ന് ആ കണ്ടക്ടർക്ക് പറയേണ്ടി വരുന്ന ഗതികേട്. കാരണം അങ്ങനെയെങ്കിലും ഇവരെന്തെങ്കിലും ഉപേക്ഷിച്ച് പോട്ടെ എന്ന് എഴുതിയിട്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ. മറ്റൊരു AC കാറിനകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നവരാ, കാറ് വലങ്ങട്ടെ. ഇവിടെ ഈ പാവം പിടിച്ചവൻ അമ്മയില്ലാത്ത കുഞ്ഞിനെ നോക്കിയിട്ട് ജീവിക്കണവനാ, 8 വയസ്സുള്ള മോനെ നോക്കിയിട്ട്. അതൊക്കെ അവൻ പറയുന്നുണ്ട്. ഒരു മര്യാദയുമില്ലാത്ത ആൾക്കാരാണ് ഇവർക്ക്. അധികാര ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവർ തന്നെ, ഒരു സംശയവും വേണ്ട. പിന്നെ വണ്ടിക്കകത്ത് കയറിയത് ഹസ്ബൻഡാണെന്ന് ചോദിക്കുമ്പോൾ അതെ, ഹസ്ബൻഡാണ്. അതായത് ബാലുശ്ശേരി MLA സച്ചിൻ ദേവ്. ആ നാറിക്ക് KSRTC ബസ്സിൽ കയറിയിട്ട് യാത്രക്കാരെ ഇറക്കാൻ ആരാ അനുമതി കൊടുത്തേ? 30 വയസ്സേ ഉള്ളൂ അവന്, ഇവർക്ക് 24 വയസ്സേ ഉള്ളൂ. ഇവരൊക്കെ നാളെ കേരളം ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? കാരണഭൂതം വളർത്തി വിട്ടിട്ടുള്ള കേരളത്തിലെ SFI എന്ന് പറയുന്ന വൃത്തികെട്ട സംഘടന, ക്രിമിനൽ സംഘടന ക്യാമ്പസുകളിൽ വളർത്തി വിട്ടിട്ടുള്ള കുറേ ക്രിമിനലുകളുടെ കൂട്ടത്തിൽ മാത്രമാണ് ഈ നാറിയൊക്കെ കാണിക്കേണ്ടത്. പിന്നെ 2 നാറികളും കൂടി ഒരുമിച്ച് ദാമ്പത്യം തുടങ്ങിയത് നന്നായി. ബാക്കിയൂടെ പറയട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചു, നിങ്ങൾ ചെയ്ത അറിയാമെങ്കിൽ നമ്മൾ കണ്ടക്ടർ അവിടെ ഇരുന്നു. ഞാൻ പറയുന്ന മാഡം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ചെറുപ്പക്കാരനെ പറയാൻ അനുവദിക്കുന്നില്ല. ഇവളിങ്ങനെ കയറി പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ ഡിപ്ലോമസി വെച്ചിട്ടുള്ള ഭാഷയിലാണ്.
എല്ലാ കള്ളന്മാർക്കും കള്ളിമാർക്കും അങ്ങനത്തെ ഡിപ്ലോമസിയുടെ ഒരു ഭാഷയുണ്ടാവും. പറയുന്ന ഭാഷയൊക്കെ മനോഹരമായിരിക്കും, കാണിക്കുന്ന മുഴുവൻ തോന്നിയ ദിവസമായിരിക്കും. ഒന്നുകൂടി കേൾപ്പിക്കാം. കേൾക്കണം, സമാധാനത്തിൽ കേൾക്കണം. ഞാൻ കണ്ടക്ടർ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്, എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അല്ലല്ല കണ്ടക്ടർ വേണ്ടി ഇരുന്ന് ഉറങ്ങുക. ആ ഡ്രൈവർ പറയുന്നു കണ്ടക്ടർക്ക് അവിടെ ഇരുന്ന് ഉറങ്ങാം, കാരണം കണ്ടക്ടർക്ക് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പിന്നെ ആൾക്കാർ കയറുമ്പോൾ ഇതെടുത്താൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാം. ഈ ഡ്രൈവർ എന്ന് പറയണവൻ പട്ടിപ്പണി എടുക്കുക, കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചൂട് കാലത്ത് AC ഇല്ലാത്ത ബസ്സിൽ മോനെ നോക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഇവന് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, ഇവൻ അത്രയും ടെൻഷനിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവൻ അപകടകാരിയായ ഡ്രൈവറാണെന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ യാത്രക്കിടയിൽ അവനൊരു അപകടം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഒരു സൈക്കിളെ പോലും ഉറച്ചിട്ടില്ലല്ലോ. ഇവർ കാർ ഇങ്ങനെ പിന്നെ ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ വണ്ടി KSRTC അതിൽ മുട്ടേണ്ടതായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. അതിലേക്ക് വരാം. അതെ, എനിക്കത് മനസ്സിലാവും. പക്ഷേ അതിലൊരു പ്രശ്നം, ഞാനെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൊസിഷൻ ഔദ്യോഗിക കാര്യങ്ങളൊന്നും നിങ്ങൾ ബോധേടാവേണ്ട കാര്യമില്ല. നിങ്ങൾ ഔദ്യോഗിക വണ്ടിയിലുമല്ല വന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അങ്ങനെ അധികാരം എപ്പോഴും ഞങ്ങളുടെ ഔദ്യോഗിക വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോകുമ്പോൾ ഞങ്ങൾ അതിൽപോലും ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയത് കൊണ്ട് എന്റെ ബ്രദറാണ് വണ്ടി ഓടിച്ചിരുന്നത്, എന്റെ സിസ്റ്റർ ഇൻ ലോയാണ് ബാക്കിലിരുന്നത്. അവർക്കൊക്കെ പരാതി ഉണ്ട്. കാരണം ഒരു സ്ത്രീ, ഞാനിപ്പോ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി എന്നൊക്കെ പറയാം. അല്ല, ഇതിന് തന്നെ ഇവിടെ പറയുന്നതിനകത്ത് കുറേ വൈചിത്രങ്ങളുണ്ട്. ഓക്കെ, ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞത് നല്ല കാര്യമായിട്ട് ഞാൻ കണക്കിലെടുക്കുന്നു, മാതൃകാപരമാണ്. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. മേയറുടെ കാറിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാരെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇടും. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഈ സ്വകാര്യ കാറിൽ പോകുന്ന പിന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ളത്. ഇവള് ഭയങ്കര എനിക്ക് വീടില്ല, എനിക്കൊന്നുമില്ല, എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പട്ടിണിയും പയാരം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവൾ ആങ്ങളയ്ക്കും ഒക്കെ എല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രയാസത്തിലാണ്, പട്ടിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ അവതരിപ്പിച്ചത്. അപ്പോൾ ഇവർക്ക് കാറുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്നേ. സ്വകാര്യമായിട്ട് അങ്ങനെ പോകാനുള്ളതും ഈ അഹങ്കാരം കാണിക്കാനൊക്കെ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇത് കോർപ്പറേഷനെ വിറ്റിട്ടാണ് ഉണ്ടാക്കിയത്, അതോ വേറെ എന്തെങ്കിലും രീതിയിലാണെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ബാക്കി ഇതിലേക്ക് പോകാം. സംബന്ധിച്ച് അവരങ്ങനെയല്ല. അവർ രണ്ടുപേരും പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരല്ല. അവർക്കും പരാതിയുണ്ട് ഈ വിഷയത്തില്. മനസ്സിലായി? ഒരു മറ്റൊരു സ്ത്രീ കൂടി നിങ്ങൾ കാണിക്കുന്ന ഈ പെരുമാറ്റത്തിൽ അവർക്കും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല. ഞാൻ ചിലപ്പോ ഒരുപക്ഷെ നിങ്ങളോട് ക്ഷമിക്കുകയോ ഞാൻ അറിയുന്നില്ലല്ലോ, ഞാനിങ്ങനെ പൊതുപ്രവർത്തനമായാലും അല്ല, ഞാൻ പറയുന്നതാ, ഞങ്ങൾ മേയറെന്നോ MLA എന്നുള്ള രീതിയിൽ നിങ്ങൾ ഞങ്ങളോട് പെരുമാറേ വേണ്ട. എന്റെ അവസ്ഥ ഈ ഉറക്കം കളഞ്ഞും ഞാൻ ഇങ്ങനെ വന്ന് ഓടി എത്താൻ വേണ്ടിട്ട് അതിന് തടസ്സമായിട്ട് കാർ ഇങ്ങനെ കൊണ്ട് കാര്യങ്ങളല്ലേ. അതിന് 2-3 പ്രാവശ്യം കാർ മേഡം കണ്ടായിരുന്നു. 2-3 പ്രാവശ്യം കാർ ഇങ്ങനെ കൊണ്ടുവന്ന് കയറി തട്ടാൻ പോയത് മേഡം കണ്ടായിരുന്നു. ആരുടെ കാർ തട്ടാൻ പോയി? നിങ്ങളുടെ കാറില് ബസ് തട്ടാൻ വേണ്ടിട്ട് പോയത് കണ്ടായിരുന്നു. നിങ്ങളുടെ ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ പോയത്? അല്ലല്ല, ഇതിനകത്തുള്ള പ്രശ്നം തന്നെ പറയാം. അവക്കറിയാതെ റെക്കോർഡ് ചെയ്യുന്ന ഫോൺ കോളാണെന്നുള്ളത് അറിയാം. ഈ പിന്നെ കെട്ടിലമ്മയ്ക്ക് അവക്കറിയാം. പക്ഷേ അവൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അവൾ ഈ പയ്യൻ കാർ തട്ടാൻ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ ഡ്രൈവിങ്ങിൻ്റെ ഇവനെ ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം ഉള്ള ഇടത്തിൽ കുറഞ്ഞ സ്ഥലത്തൂടെ ഇങ്ങനെ ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ KSRTC ബസ് കുറച്ചുകൂടെ വലുതാ, അതിൻ്റെ സൈഡ് വല്ലതും കോർണർ ഇടിക്കും എന്നുള്ളതാണ് തട്ടാൻ വേണ്ടി വന്നില്ലെന്ന് ചോദിക്കുന്നത്. അത് നേരെ മറിച്ച് അവൻ്റെ മുകളിലോട്ടിട്ടു. നിന്റെ അശ്രദ്ധമായ ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ വന്നതെന്നുള്ള രീതിയിലാക്കി. നിങ്ങൾ അഴിച്ചു നോക്കൂ, നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാ റോട്ടിൽ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പുറത്തും അപ്പുറത്തും വരുന്നവന്മാർ ഇടത്തൂടെയൊക്കെ ഓവർടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ വലിയ പ്രശ്നമാണ്. ഇത് തട്ടാതെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. തട്ടിക്കഴിഞ്ഞാൽ കുറ്റം നമ്മളെ മേളിലോട്ട് ഇരിക്കും. ബാക്കി കൂടെ കേൾക്കാം. ഞാൻ പട്ടത്ത് റൈറ്റ് വേറൊരു കാര്യം പറയാം. ഞങ്ങൾ അതിനുശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. മറ്റ് 2 വണ്ടികളിൽ നിങ്ങൾ ഇതേ സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്നു ആദ്യം. അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോ അതിനുശേഷം അതിന്റെ എന്റെ വീഡിയോ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. അതിനുശേഷമുള്ള 2 വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നു. അല്ല, ആ വീഡിയോ ഉണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തട്ടെ. ആ വീഡിയോ ഉണ്ടെങ്കിൽ ആദ്യം ഈ പിന്നെ ആര്യ അന്തർജനം ആദ്യം ചെയ്യേണ്ടത് ആ വീഡിയോ അങ്ങ് പരസ്യപ്പെടുത്ത് കൊടുക്കട്ടെ. ഇപ്പം ഇവൻ്റെ ഓഡിയോ ഇവൻ പരസ്യപ്പെടുത്തിയല്ലോ, അവരെന്തുകൊണ്ടത് പിന്നെ പുറത്തേക്ക് കൊടുക്കുന്നില്ല? അത് മാത്രമല്ല, വേറെ വണ്ടികളിലൊക്കെ തട്ടാൻ പോയിന്ന്. അങ്ങനെയാണെങ്കിൽ ആ വണ്ടിക്കാർക്ക് പരാതി ഉണ്ടാവുമല്ലോ, അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഇനിയിപ്പോൾ ഇവർ പുതിയ
പിന്നെ CPM സംഘികളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് കള്ളക്കേസൊക്കെ അവരെതിരെ കൊടുപ്പിക്കും. അവർക്കറിയാമല്ലോ എങ്ങനെയുണ്ടെന്നുള്ളൂ. ഊരുവൽക്ക് നടത്തേണ്ടത് എന്താണ്, ഒരാ മനുഷ്യനെ ഇതാക്കേണ്ടത് എങ്ങനെയാണ്, TP ചന്ദ്രശേഖരനെ കൊന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. നമ്മളെ മറ്റിടത്തെ തൊലിഞ്ഞ ന്യായീകരണം കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ബാക്കി കൂടെ കേൾക്കാം. അതുമല്ല, ആ പയ്യനെ പറയാൻ അനുവദിക്കുന്നില്ല. അവൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറിയിട്ട് അവൻ പറയുന്നു, മേഡം ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറയുമ്പോൾ കേൾക്കാനുള്ള ക്ഷമയില്ല. ഇടയ്ക്ക് കിടന്ന് ചലച്ചുകൊണ്ടിരിക്കുക. നായിൻ്റെ മോളെന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല, മോശമല്ലേ. രാജേന്ദ്രൻ്റെ നായിന്ന് വിളിക്കുന്നത് ശരിയാവില്ല. കാരണം ആ മനുഷ്യനകത്തൊന്നും പങ്കാളിത്തമില്ലല്ലോ. ആ മനുഷ്യന് അബദ്ധം പറ്റിപ്പോയതാ ഇങ്ങനത്തെ ഒരു സാധ്യതയൊക്കെ. ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മോശമായ ഒരു അസഭ്യമായ രീതിയിൽ നിങ്ങൾ ഒരു ആക്ഷൻ കാണിച്ചു. അയ്യോ, ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. ഞങ്ങൾ മുമ്പോട്ട്, കാരണം ഒരു സ്ത്രീ പ്രത്യേക ആക്ഷൻ കാണിച്ചു കേട്ടോ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിണറായി പറഞ്ഞ പോലെ ഇപ്പോൾ ബ്രണ്ണം കോളേജിലേക്ക് സുധാകരൻ വന്നപ്പോൾ പ്രത്യേക ആക്ഷൻ കാണിച്ചത് മോങ്ങിന്നായി അർത്ഥേ. ഇവൻ പ്രത്യേക ആക്ഷൻ കാണിച്ചു. അവസാനത്തെ പിടിവള്ളി എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ കൊടുക്കാൻ പറ്റുന്നത് പെണ്ണ് കേസാണ്. അതുകൊണ്ട് ബാക്കി കൂടെ കേൾക്കാം. അതിൽ പ്രതികരിക്കാൻ ഞാൻ മാഡത്തിനെ കാണിച്ചെന്നാണ് പറയുന്നത്. മാഡത്തിനെ ഞാൻ സിസ്റ്ററും കണ്ടതാണ്. അത് അവരവിടെ നിന്നവരോട് സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു, ഇതാണ് കാണിച്ചത് എന്നുള്ളത്. ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട്. ഞാനൊരു സ്ത്രീയാണ്, എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളത്. അതല്ല, ഞാൻ എന്താണ് ആക്ഷൻ കാണിച്ചതെന്ന് മാഡം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണ് അത് എനിക്കിപ്പോ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ. ഞാനത് പിന്നെ പോലീസിനോട് അല്ല, ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത എന്താ ആക്ഷനാണ് കാണിച്ചത്? അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ പറയാമല്ലോ. അവൻ ഡയറക്റ്റായിട്ടല്ലേ വിളിക്കുന്നത്. അവൻ്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ടാണല്ലോ അവൻ വിളിക്കണേ. ഇവർ പിന്നെ അതെനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് എന്തെങ്കിലും കള്ളത്തരങ്ങൾ വിളിച്ച് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കുക. ഇവരെല്ലാം വീഡിയോ എടുത്തെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ആക്ഷൻ കാണിച്ച വീഡിയോ കാണിക്കും. പ്രത്യേക ആക്ഷനൊക്കെ ബ്രണ്ണം കോളേജിൽ പണ്ട് പിണറായി വിജയൻ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്ന മാതിരി എൻ്റെ പൊന്നു മോളെ നീ ഒന്നും കൊണ്ട് വരല്ലേ, നീ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും. ഇത് കേരളമാണ്, പ്രബുദ്ധനായ ജനതയാണ് കേട്ടോ. വൃത്തികെട്ട നാറി. നിയമപരമായി നമുക്ക് എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം. അത് എനിക്ക് ഞാൻ ആക്ഷൻ കാണിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത് അത് കാണിച്ചത് നിങ്ങൾ അതിനുശേഷം 2 വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ എന്റെ വീഡിയോയിലുണ്ട്. തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു. വളരെ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്ത്, അത് സൂപ്പർ ഫാസ്റ്റ് ആണ്. പക്ഷെ അതിലും പാലിക്കേണ്ട നിയമങ്ങളുണ്ടല്ലോ. അത് ഞങ്ങളെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് പോകുന്നതിനേക്കാളും വലിയ പിന്നെ വേഗതാ നിയന്ത്രണം ഒന്നും കാറിനില്ലേ മോളെ. കാർ ഓവർടേക്ക് ചെയ്തിട്ട് സീബ്ര ലൈനിൽ കൊണ്ടുപോയിട്ട് കുറുകെ ഇട്ടത് നമ്മൾ കണ്ടതാണല്ലോ, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്തിട്ട്. അപ്പം നിന്റെ ആങ്ങളയിലടി തോന്നിയാസം കാണിച്ചത്. നായിൻ്റെ മോളെ പരനാറിയെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നിന്റെ ആങ്ങളയല്ലേ തോന്നിയാസം കാണിച്ചേ. ആദ്യം അവനോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറ എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം വെച്ചാൽ നിന്നെ പരനാറിയെന്നോ നായിൻ്റെ മോളെ ഒന്നും വിളിക്കാൻ സാധ്യതയില്ല. കാരണം നായ്ക്കൾ എന്നെ കടിക്കും പിന്നെ. അതുകൊണ്ടാണ് കേട്ടോ വൃത്തികെട്ടോള് പറയുന്നത്. സീബ്ര ലൈനിൽ ക്രോസ് നിർത്തിയിട്ട് പിന്നെ അതുപോലും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ബാക്കിയൂടെ കേൾക്കാം. ഞാൻ പറഞ്ഞില്ലേ, സഹോദര എന്നുള്ള വിളിയൊക്കെ നോക്കണം കേട്ടോ. ഡിപ്ലോമസിന് അങ്ങേ തളിക്കില്ല. കാരണം അവർക്കറിയാം ഫോൺ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ അവരെ വായിൽ നിന്നും വരില്ലെന്നുള്ള ബുദ്ധിപൂർവ്വമായിട്ടുള്ള സംസാരമാണ്. അവർ തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ ഈ പയ്യൻ ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത്. അവനവൻ്റെ ഗതികേടുകളാണ് പറയുന്നത്. ഇവരെ ബുദ്ധിമതിയായിട്ടുള്ള ക്രൂക്കഡായിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. എന്റെ അവസ്ഥ പോലെയല്ല മാഡത്തിന്റെ അവസ്ഥ. എന്റെ അവസ്ഥ ഞാനും മോനും മാത്രമേ ഉള്ളൂ. അമ്മയില്ലാത്ത മോനല്ലേ ഞാൻ വളർത്തുന്നേ. നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവുമായിട്ടും ജീവിക്കുന്നത്. ഞാൻ എന്റെ മോന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതിന് കാര്യമില്ല. എന്റെ ഹസ്ബൻഡ് പിന്നെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാനിവിടെ കുഞ്ഞിനെ തനിച്ചാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ കാണുന്ന എല്ലാവരോടും എനിക്ക് കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴാണ് ശരി വരുന്നത്. എന്റെ ഹസ്ബൻഡ് കോഴിക്കോട് MLA ആണേ. കുറേ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടാകുക. ഇവളും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇവർക്ക് മേയർക്ക് ഔദ്യോഗിക വസതിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, AC വെച്ച വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. MLA ക്വാർട്ടേഴ്സ് ഉണ്ട്, ബാക്കിയുള്ള സൗകര്യങ്ങളുണ്ട്, അലവൻസ് ഉണ്ട്, ഓണറേറിയ ഉണ്ട്. 2 പേർക്കും കൂടെ പിന്നെ ലാവിഷായിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നിട്ട് ഈ പാവം പിടിച്ചവന് 10,000 15,000 രൂപയ്ക്ക് വേണ്ടി വെയിലത്ത് പിന്നെ AC ഇല്ലാത്ത ബസ് ഓടിക്കുന്നവൻ. ഇവർ AC കാറിനകത്ത് 5 മിനിറ്റേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഇതിനെയൊക്കെ പരനാറി എന്നല്ലാതെ വേറെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ പറഞ്ഞു തരണം എന്താ വിളിക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് അവൻ്റെ തലയ്ക്ക് മേലെ കയറുക, അവനെ ദ്രോഹിക്കുക. അല്ല, അവിടെ ശരിയാണ്. അമ്മയും അച്ഛനും ഉണ്ടല്ലോ കുഞ്ഞിന്. എന്റെ മോനും അമ്മയില്ലല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എത്രയോ ആളുകൾ സിംഗിൾ പാരന്റ്, അതൊന്നും നമ്മുടെ ഒരു വിഷയമല്ലല്ലോ. ഈ വിഷയമല്ല. എത്രയോ ആളുകൾ സിംഗിൾ പാരന്റ് ആണ്, അതൊന്നും നമ്മുടെ വിഷയമല്ലാന്ന്. അതൊക്കെ സാമൂഹിക വിഷയമാണ്, പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയണം. അത്തരം സംവിധാനങ്ങളിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത് കരുതണം.
ഇവനും വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ലിവിങ് ടുഗദറിലേക്കോ ഈ കൊച്ചിനെയും കൂടെ അനാഥാലയത്തിൽ കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പിന്നെ പിള്ളേരെ തന്തമാരും തള്ളമാരും വരെ കൊല്ലുന്ന കാല അവൻ അതിനൊന്നും പോയിട്ടില്ല. ഈ പ്രാരാബ്ധങ്ങൾക്കിടയിൽ കുഞ്ഞിന് വേണ്ടി വണ്ടി ഓടിക്കുന്നവനാ. അത് മനസ്സിലാക്കണം വൃത്തിയോടെ. പക്ഷെ എനിക്ക് വിഷയമാണ്. എനിക്ക് അല്ല ഞാൻ ഒരിക്കലും ഞാൻ മാഡം പറയണം ആദ്യം കേൾക്കണം. മാഡത്തിനെ അല്ല ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. സംസാരിച്ചിട്ടുണ്ട്, ഇത്തിരി മോശമായിട്ട് സംസാരിച്ചെന്ന് വെച്ചാൽ ഇത്തിരി സംസാരം ഇത്തിരി മോശമായിരുന്നു. പക്ഷെ അത് ഞാൻ ഇപ്പൊ ദേഷ്യം വന്നപ്പോഴത്തേക്ക് അങ്ങനെ സംസാരിച്ചതാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നില്ല സഹോദരൻ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അവളുടെ സഹോദരൻ വിളിയും അവന്റെ മേടം വിളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവളുടെ സഹോദരൻ വിളി ഡിപ്ലോമസിയാണ്. അവന്റെ മേടം വിളി എന്ന് പറയുന്നത് ഗതി കെട്ടിട്ട് വിളിക്കുക, എന്റെ പണി കളയല്ലേ, എന്റെ കുഞ്ഞിനെ പട്ടിണിക്കാക്കല്ലേ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്, അപേക്ഷയാണ്. ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ ഈ പറഞ്ഞ അങ്ങനെ ഞാൻ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല എന്ന് പറയുമ്പോൾ ഇവർ ചെയ്തു എന്നിങ്ങനെ തർക്കിക്കുമ്പോൾ ആ ഒരു വല്ലാത്ത ഗതികേടാ. അതിൻ്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഇവൾ തർക്കിക്കുന്നത്. പിന്നെ മോശം ഭാഷ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ സംസാരിക്കും. ഇപ്പം എനിക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ ഇവളെക്കുറിച്ച് മോശം ഭാഷ പറയുന്നത്. അത് മനസ്സിലാക്ക്. അപ്പോൾ ആ പയ്യൻ എത്ര ദേഷ്യം വന്നിട്ടുണ്ടാവും അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടു നിന്നാൽ എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നുണ്ട്. പറയുന്നില്ല. ഞാൻ മേയർ എന്നോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് MLA എന്നുള്ള ഒരു കൺസിഡറേഷനും നിങ്ങൾ എനിക്ക് തരണ്ട. അല്ല പക്ഷെ മാഡം അത് ചോദിച്ചുകൊണ്ടാണ് ഞാന് പിന്നെ പാവം പിടിച്ച KSRTC ഡ്രൈവറോട് പറയുമ്പോഴും എൻ്റെ പിന്നെ ആങ്ങളെ ഉണ്ടായിരുന്നു, എൻ്റെ പിന്നെ ആങ്ങളയുടെ ഭാര്യ നാത്തൂനുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാം പറയുന്നത്. ഇവള് ഭയങ്കര ഇംഗ്ലീഷുകാരിയായിരുന്നേ. ഇവളെ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കൊടുത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കണം. ഇവള് എൻ്റെ ബ്രദർ, എൻ്റെ സിസ്റ്ററിലോ, എൻ്റെ ഹസ്ബൻഡ്, ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇംഗ്ലീഷ് മാത്രമേ പറയത്തുള്ളൂ. നമ്മൾ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവളുമായിട്ട് ഡിബേറ്റിന് തയ്യാറാണ്. ഞാൻ ഈ ഉറക്കം ഇപ്പോഴെന്താ ഇവിടെ വന്നിരിക്കുകയാണ്. കൊതുക് കടിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ അവിടെ നിൽക്കുന്ന നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് സമീപത്തുള്ള പല ആളുകളും ഞാൻ കേട്ടോണ്ട് നിൽക്കുകയാണ്. അതിലേക്ക് വരട്ടെ. കൊതുക് കടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഈ പാവത്തിനെ രാത്രി കൊണ്ടുവച്ച് രാവിലെ വരെ നിർത്തി. പോലീസുകാർ കുറച്ച് കാരുണ്യമൊക്കെ കാണിച്ചു നോക്കി. പക്ഷേ പിന്നെ അവരാണ് വിളിക്കാനുള്ള സംവിധാനമൊക്കെ ഏർപ്പെടുത്തി കൊടുത്തത്. കാരണം ഇവർ നിരപരാധി എന്നുള്ളതുകൊണ്ടാണ് വിളിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കി കൊടുത്തത്. ഇവരെ മനസ്സറിഞ്ഞിട്ട് വെറുതെ വിടുകയാണെങ്കിൽ വിടട്ടെന്ന് എഴുതിയില്ല. പക്ഷെ അവർക്ക് മേളിൽ നിന്ന് പ്രഷറുണ്ട്. ഇവള് മൊത്തം പിന്നെ നഗരസഭയുടെ മറ്റോ കുണാണ്ടറല്ലേ ഇവള് നാറി. എന്നിട്ട് ഇവള് പിന്നെ ഇവക്കെതിരെയുള്ള പിന്നെ ഇവളുടെ ആങ്ങളെക്കെതിരെയോ ബാക്കിയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടില്ല ഇതുവരെ, ഈ നിമിഷം വരെ. വണ്ടി വിലങ്ങനെ ഇട്ടു, ഇടതുവശത്തൂടെ ക്രോസ് ചെയ്തു, സീബ്ര ലൈനിലാണ് ഇട്ടത്. സിഗ്നൽ പിന്നെ റെഡ് സിഗ്നൽ ആയിരുന്നു പറഞ്ഞ് കള്ളത്തരമാണെന്ന് ബോധ്യപ്പെട്ടു. എല്ലാ തെളിവുകളും വന്നിട്ടും ഇവക്കെതിരെ കേസെടുത്തിട്ടില്ല. ഇവളെ ആങ്ങളെക്കെതിരെ കേസെടുത്തിട്ടില്ല. ഇവളെ കെട്ടിയോൻ എന്ന് പറയുന്ന ബാലുശ്ശേരിയിലെ നാറിക്കെതിരെ കേസെടുത്തിട്ടില്ല. അവിടുത്തെ ഓട്ടോക്കാരന്മാരും കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ മേയറാണെന്ന്. നിങ്ങൾ പറഞ്ഞത് പിന്നീടാണ് മനസ്സിലായത്. എന്നിട്ട് ഇവർ പറയുന്നേ കേട്ടോ, നാട്ടുകാർ കയറി ഇടപെട്ടു. അപ്പോൾ പിന്നെ മോനെ നിനക്ക് അപകടമാവും, അവർ ദ്രോഹിക്കും, അതുകൊണ്ട് പിന്നെ അവള് മേയറാണ് എന്ന്. അപ്പോൾ ഇവള് വലിയ വലുപ്പം വെച്ചെന്ന് 21 വയസ്സിൽ മേയറായെന്ന് കണ്ട അഹങ്കാരം തലക്കി പിടിച്ചിരിക്കുന്ന ഒരു പട്ടിയാണ് എന്ന് ഞാൻ പറയും. CPമാർ കുറച്ച് നൊന്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവന്മാരെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, എനിക്ക് അതിന് ബാക്കി ഞാൻ അപ്പം നോക്കാം. ആയുസുണ്ടെങ്കിൽ ഇവന്മാർ PPയെ കൊന്ന പോലെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലട്ടെ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന മനുഷ്യന്മാരെ നെഞ്ചത്ത് കയറുന്ന സ്വഭാവം തോന്നിവാസി. ഇവളെ കല്യാണത്തിൻ്റെ കഥയൊക്കെ എനിക്കറിയാം, ഇവളെ ആദ്യ പ്രേമത്തിൻ്റെ കഥ എനിക്കറിയാം. ഞാനത് സ്റ്റോറി ചെയ്യാതിരുന്നതാ. മര്യാദയ്ക്ക് പോട്ടെ, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ചെയ്തിട്ട്. പക്ഷേ ഇതെനിക്ക് പിന്നെ ഇറ്റ്സ് ടു മച്ച് ആൻഡ് ടു മച്ച് ഇസ് ടു ബാഡ്. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. അതുകൊണ്ടാണ് ഞാൻ എത്രയും സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കുന്നത്. ആ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് അത്രയും വലിയ റിലവൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള വിവരങ്ങളും ഫോട്ടോസും എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് അവരുടെ വ്യക്തിപരമായ ചോയ്സ് അല്ലേ. മനുഷ്യന് ഇഷ്ടവും പ്രണയമൊക്കെ മാറാനൊക്കെ സമയമുണ്ട്. കാണുന്നിടത്തെല്ലാം വായ വിരിക്കുന്നതൊന്നും അല്ല പിന്നെ രാഷ്ട്രീയത്തിൽ ഉയരാനുള്ള മാർഗം എന്നുള്ള സാമാന്യബോധമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണഭൂതൻ്റെ മോളുടെ ചോയ്സാ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നാ. പിന്നെ ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ കാമുകൻ എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് പോരാ. അപ്പോൾ പിന്നെ അപ്പുറത്ത് മേയർക്ക് പറ്റുന്നത് MLA പറ്റുള്ളൂ. കുറഞ്ഞത് MPയെ കിട്ടിയിരുന്നെങ്കിൽ MPയെ എടുത്തു പോയേനെ, മന്ത്രിയെ കിട്ടിയാൽ മന്ത്രിയുടെ അടുത്ത് പോയേനെ. ഇമാതിരി സാധനങ്ങൾ, പ്രണയത്തിന്റെ പോലും വില കളഞ്ഞ നാറികൾ. ഞാൻ ചുമ്മാ പറയണമെന്ന് വിചാരിച്ചല്ലേ. ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യൽ കപ്പാസിറ്റിയെ
നിങ്ങൾ ബഹുമാനിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട ബഹുമാനമുണ്ട്. അത് പബ്ലിക്കിനോട് നിങ്ങൾ കാണിക്കേണ്ട ബഹുമാനം. അത് എന്നോട് മാത്രമുള്ള മാഡം അതല്ലേ ഞാൻ ഇത്രയും നേരം വണ്ടി ഓടിച്ച് വന്നേയല്ലേ മാഡം, അത് മനസ്സിലാക്കണ്ടേ? അത് നമുക്ക് നോക്കാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾ നിയമപരമായ കാര്യത്തെ അഡ്രസ് ചെയ്യും. തെറ്റില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഭയന്നാ പോരെ. നമ്മൾ ഞാനത് മോശമായിട്ട് അതല്ലേ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ സോറി പറയാനാണ് ഞാൻ വിളിച്ചത്, അല്ലാതെ തർക്കിക്കാനോ വാക്കുവാദത്തിനോ അല്ല. അങ്ങനെ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്തായാലും നമുക്ക് നോക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാഡത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി പറയാൻ. പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അതിനകത്തൊരു ബോധ്യമില്ല എന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയണ്ട, ഞാനൊന്നും അത് ഉറക്കം വന്നിട്ടാണ് ഞാൻ ഒരു വിധം എത്തിക്കാൻ വേണ്ടിട്ട് ഓടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് മോശമായിട്ടാണോ പെരുമാറിയെന്നുള്ളത് നിങ്ങൾ ബാക്കി നിയമപരമായി തെളിയിച്ചു. എനിക്ക് അതിപ്പോ പറയാൻ പറ്റും. കാരണം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ പറയുന്ന നിയമം എന്തായിരുന്നാലും സോളാർ നായികയ്ക്ക് ശേഷം എന്നെ പിടിപ്പിച്ചു എന്ന് പറഞ്ഞ ഈ കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് നേട്ടം കൊയ്യാൻ വേണ്ടി നിൽക്കുന്ന അടുത്ത ഇവിടെ പിടിച്ച് സരിതയുടെ അനിയത്തിയായിട്ട് പ്രഖ്യാപിക്കണം. സോളാർ നായിക നാട്ടിൽ മുഴുവൻ കിടന്നു കൊടുത്തിട്ട് പറഞ്ഞാൽ എല്ലാവരും എന്നെ പിടിപ്പിച്ചെന്നാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങോട്ട് പോയിട്ട് പിടിപ്പിച്ചെന്നേ. ഈ ആൾക്കാരെല്ലാം, ഈ ആണുങ്ങളെല്ലാം അവൾക്കെതിരെ പീഡന കേസ് കൊടുക്കേണ്ടതാ. യഥാർത്ഥ പീഡനങ്ങൾ പോലും മറച്ചു വയ്ക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതിന് പോലും ക്രെഡിബിലിറ്റി ഇല്ലാത്ത അവസ്ഥയുണ്ടാവും. എത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നു. അവരുടെ വാക്കുകൾക്ക് പോലും ആൾക്കാർക്ക് പുച്ഛം തോന്നുന്ന അവസ്ഥയിലേക്ക് ഈ പീഡന കേസ് എന്ന് പറയുന്ന ഒരു ആയുധമായിട്ട് അനാവശ്യമായിട്ട് ദുരുപയോഗപ്പെടുത്തുന്നുള്ള തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതൊക്കെ ആവശ്യമുള്ളടത്ത് ഉപയോഗിക്കേണ്ട കാര്യമാണ്. അല്ലാതെ അവനവൻ്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പീഡന കേസ് ആരോപിക്കരുത്. എന്ത് ചേഷ്ട കാണിച്ചു എന്നാണ് പറഞ്ഞേ. പിന്നെ അവസാനം ചിരി, അതൊക്കെ നമുക്ക് കോടതി തെളിയിക്കാന്ന് കാണാം. കുഞ്ഞനന്തൻ വരെ ഇപ്പോഴും നിരപരാധിയാന്ന് പറഞ്ഞ് നടക്കുന്ന നാറുകളുള്ള നാട്ടിൽ, കൊടുസിനിമാർ ജയിൽ ഭരിക്കുന്ന നാട്ടിൽ ജയിൽ സൂപ്രണ്ട് പോരാ ഇപ്പോൾ അവർ തടവുള്ളികളല്ല. ഈ തോന്നിവാസത്തിനൊക്കെ ഇപ്പം എന്തായാലും ജൂൺ മാസം 4-ാം തീയതി വരെ സമയമുള്ളൂ. അത് മാത്രമല്ല ഇവിടെ അവസാനത്തെ മേയറാ LDF-ന്റെ അവിടുത്തെ. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ല അത് സംസാരിക്കുന്നത്. നിങ്ങൾ പയ്യൻ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു വീഡിയോ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് അല്ല, അതൊന്ന് മാഡം വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ പയ്യന്റെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ എന്തിനാണെന്ന്? അല്ല അതിപ്പോ എന്റെ വീഡിയോ ആ വീഡിയോ എന്തായാലും അതല്ല, അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ അവൾ പറയുന്ന അവളുടെ വീഡിയോ അവളുടെ അനുമതി ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവനോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് എന്തിനാ? റിയാലിറ്റി പുറത്തു വരുന്നുള്ളതുകൊണ്ടാ. ഇവക്ക് പേടിയായി, സത്യം പുറത്തു വരുന്നുള്ളേ. വേറെ പയ്യൻ വീഡിയോ എടുത്തപ്പോൾ യാത്രക്കാർ വരെ ഇവൾക്കെതിരാ, ഇവളെ കെട്ടിയവനും എതിരാ, ഈ പരനാറികൾക്കെതിരാ. അത് മനസ്സിലാക്ക്. കിളിച്ച് കാണിച്ചിട്ടുള്ള പല്ലും കാണിച്ചിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടൊന്നും കാര്യമില്ല. വായിൽ നല്ല പച്ച തെറിയ വരുന്നത്. അൺപാർലമെന്ററി വാക്കൊന്നും ഇപ്പോൾ ഒരു സാമൂഹിക മാധ്യമത്തിനകത്ത് പറയുന്നതിനുള്ള പ്രയാസം കൊണ്ടാണ്. എനിക്ക് എൻ്റെ ഇമേജ് പോകുന്നത് എൻ്റെ പ്രശ്നമല്ല, ശരിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. മനുഷ്യരെ ദ്രോഹിക്കുന്ന, അഹങ്കരിച്ച് നടക്കുന്നത്. എന്താ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ ഇവളെന്തിനാ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു? നമുക്കെന്താ പേടി? എല്ലാവരും വീഡിയോ എടുത്തോളാനല്ലേ പറയണ്ടേ? അവളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ. എന്താ പയ്യനെ പറയാൻ സമ്മതിക്കുന്നില്ല? അവളെ വീഡിയോ മാത്രം അനുമതി ഇല്ല എടുക്കാൻ പറ്റില്ല. അവൻ്റെ വീഡിയോ എല്ലാം എടുത്തെന്ന് അവൾ പറയുന്നുണ്ടെന്ന് ആ വീഡിയോ എടുത്ത് പുറത്തിട്ടീ. ഞാൻ മാഡത്തിന്റെ അടുത്ത് സോറി പറയാൻ പറ്റും. മാഡം പിന്നെയും പറയാണ്. എന്റെ അവസ്ഥ മനസ്സിലാക്കുക. അല്ല, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലെന്ന് വെച്ചാൽ ഞാൻ കണ്ണിറക്കി കാണിച്ചെന്നോ എന്തോ മോശമായിട്ട് കാണിച്ചെന്നോ മാഡം പറഞ്ഞു. ഞാൻ അത് വിളിച്ച് സോറി പറയാം. പിന്നെ ഓടുന്ന ബസ്സിലിരുന്ന് ഓടുന്ന കാറിലിരിക്കുന്നവരോട് വണ്ടി ഓടിക്കുന്ന ആൾ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ വലിയ പാടാന്നേ. ബൈക്കിലൊക്കെ ആണെങ്കിൽ ഓക്കെ, മെല്ലെ ഒന്ന് സ്ലോയിലൊക്കെ പോകുമ്പോൾ ഇത് ചേസ് ചെയ്ത് പോവുക. അതിനിടയിൽ കൂടെ അവൻ ആംഗ്യം കാണിച്ചു. ആ ആംഗ്യം കൃത്യമായിട്ട് കാറിനകത്തിരുന്ന് അവൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കണ്ടു. സാധാരണ കണ്ടുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല. അത്രയാ സ്പീഡിലാണ് പോകുന്നത്, അകലത്തിലാണ് പോകുന്നത്. ഇവിടെ നാളെ ഇരിക്കുന്ന അവൻ മേലെ ഇരിക്കുന്ന അവന് താഴോട്ട് നോക്കി വണ്ടി ഓടിച്ചു വെച്ചാൽ വണ്ടി എവിടെയും പോയിട്ടിരിക്കും. വിശ്വസിക്കാൻ പറ്റുന്ന നുണയൊക്കെ പറയടി. കേട്ടില്ലമ്മേ? നിയമപരമായിട്ട് തന്നെ പോട്ടെ. നിങ്ങൾക്കത് നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നമില്ലെങ്കിൽ അത് നിയമപരമായി തന്നെ പോട്ടെ. നമുക്ക് കോടതിയിൽ ബാക്കി കാര്യങ്ങൾ ഞാനതല്ലേ പറയുന്നത്.
ഞങ്ങള് പിന്നെ ഞാൻ അത് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് ആലോചിച്ചെടുത്ത് തന്നെ മാഡം ആദ്യമേ പറഞ്ഞു തരണല്ലോ. അല്ല മാഡം പ്രയാസപ്പെടുത്താൻ വേണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അന്ന് നേരത്തെ സംസാരിച്ചപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞില്ലേ നിനക്ക് ഞാൻ കാണിച്ചു തരാം, നിനക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ ആരാണെന്നുള്ള കാണിച്ചു തരാമെന്ന് മാഡം പറഞ്ഞത്. നീ ഒന്നും കാണിച്ചു തരണ്ട പൊന്നുമോളെ, നീ ഒന്നും കാണിച്ചു തരണ്ട. പണ്ട് സരിത കുറേ കാണിച്ചു കൊടുത്തായിരുന്നു. ഓക്കെ, പണ്ട് അവൾ കുറേ കാണിച്ചു കൊടുത്തായിരുന്നു, 7 വീഡിയോ ഇറങ്ങിയായിരുന്നു. നീ ഒന്നും കാണിച്ചു തരില്ലേ ദയവ് ചെയ്ത്. അങ്ങനെ ഒരു കേരളീയ സമൂഹത്തിനകത്ത് അടുത്തൊരു മാലിന്യം കൂടെ സഹിക്കാനുള്ള കഴിവില്ല, കാണിച്ചു തരരുത് കേട്ടോ. കണ്ടത്തോളമൊക്കെ മതി. എന്തായാലും 2025 വരെയല്ലേ സമയമുള്ളൂ. 1.5 വർഷം കൂടെയല്ലേ സമയമുള്ളൂ. ബാക്കി കൂടെ കേൾക്കാം.